ഒരംഗമായി കൂടുവാൻ സർവശക്തനായ ദൈവം തമ്പുരാൻ എനിക്ക് അവസരം നൽകി. ഞാന് ഇടുക്കിയിൽ 1982 ജൂൺ മാസം 13-ാം തീയതിയാണ് യേശുവിനെ യഥാർത്ഥമായി രക്ഷകനായി സ്വീകരിപ്പാനുള്ള ഭാഗ്യം എനിക്കുണ്ടായത്. അതുവരെ ഞാൻ ഒരു യാഥാസ്ഥിതികമായിട്ടുള്ള യാക്കോബായ ഭവനത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ്. 1982 ജൂൺ മാസത്തിൽ ഞാന് ഇടുക്കി വാഴത്തോപ്പിലുള്ള ഗിരിജ്യോതി കോളേജിൽ പഠിക്കുന്ന ഒരു കാലഘട്ടം. കർത്താവായ യേശുവുമായിട്ട് ബന്ധമില്ലാതെ സാമൂഹ്യമായ സാധാരണ ആളുകൾ ജീവിക്കുന്നത് പോലെ ജീവിച്ച ഒരു വ്യക്തി. മതപരമായ ചടങ്ങുകളിൽ സാധാരണ പങ്കെടുക്കുന്ന പോലെ പങ്കെടുത്ത ഒരു മനുഷ്യൻ. പക്ഷേ എന്റെ കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ കർത്താവായ യേശുവിനെ കണ്ടുമുട്ടാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി എന്നുള്ളത് എനിക്ക് മറക്കാനാകാത്ത ജീവിതത്തിലെ അനുഭവമാണ്. ഒരു ക്രിസ്ത്യാനി ആയിരുന്നെങ്കിലും ക്രിസ്ത്യാനി എന്ന നിലയിൽ എനിക്ക് മുൻപോട്ട് പോകാൻ സാധാരണ നിലയിൽ മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. പക്ഷേ യേശുവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ഇരിക്കെ പരേതനായ കർത്താവിന്റെ ദാസൻ എൻ ക്ലീറ്റസ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ഇടുക്കിയിലെ എഞ്ചിനീയറായി ജോലി ചെയ്തു KC ബോർഡിലെ. നീണ്ട 16 വർഷങ്ങൾ എന്റെ ഭവനം സന്ദർശിച്ചു. എന്റെ ചെറിയ പ്രായം മുതൽ അദ്ദേഹം ഭവനത്തിൽ വരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം മടി കൂടാതെ ലജ്ജ കൂടാതെ നീണ്ട 16 വർഷങ്ങൾ എന്റെ വീട്ടിൽ കയറി ഇറങ്ങി, ആ പരിസരത്തുള്ള സകല വീടുകളിലും കയറി ഇറങ്ങി. പക്ഷേ 1982 ജൂൺ മാസത്തിൽ മാത്രമാണ് യേശുവുമായുള്ള ബന്ധത്തിൽ എത്തിച്ചേരുവാൻ ആ ഒരു കൂട്ടായ്മയിൽ ഒന്ന് കയറിയിരിക്കാൻ എനിക്ക് അവസരമുണ്ടായത്. ആ പ്രദേശത്ത് വേർപെട്ട ദൈവമക്കളുടെ കൂട്ടായ്മകളില്ല. ആകെ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥന്മാര് മാത്രം പാർക്കുന്ന ഒരു സ്ഥലത്ത് അവിടെ ക്വാർട്ടേഴ്സുകളിൽ നടക്കുന്ന ആരാധനകളാണുള്ളത്. എന്തായാലും ദൈവകൃപയാൽ എനിക്ക് ആ ഒരു യോഗത്തിൽ സംബന്ധിപ്പാനുള്ള സന്ദർഭം ദൈവം തന്നു. കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ഞാൻ ആ കൂട്ടായ്മയിൽ ചെന്ന കാലഘട്ടം സത്യം പറയുകയാണെങ്കിൽ ഞാനായിട്ട് ആ യോഗത്തിൽ ചെന്നതല്ല. എന്റെ പിതാവ് തികഞ്ഞ ഒരു ദൈവവിശ്വാസി എന്ന് പറയാനായിട്ട് കഴിയില്ലെങ്കിലും അദ്ദേഹം ഒരു യുക്തിസകലമായി ചിന്തിക്കുന്ന ഒരു മനുഷ്യനായി. വേദപുസ്തകം തെറ്റാണ്, വേദപുസ്തകത്തിനകത്തെ കോൺട്രഡിക്ഷൻസ് ഉണ്ട്, വിരോധാഭാസങ്ങളുണ്ട് എന്ന് അദ്ദേഹം പഠിച്ച് ആ വിരോധാഭാസങ്ങളെല്ലാം ഉള്ള ഭാഗങ്ങൾ കണ്ടുപിടിക്കാൻ അക്ഷീണ പരിശ്രമം നടത്തി രാവിലെ മുതൽ വൈകുന്നേരം വരെ പല ഘട്ടങ്ങളിലായി വേദപുസ്തകം വായിച്ച് അത് പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു മനുഷ്യന്റെ മകനാണ് ഞാൻ. എന്റെ പ്രിയ പിതാവ് അങ്ങനെ വേദപുസ്തക വായനയിൽ മുഴുകിയിരിക്കുന്നത് കാണുമ്പോൾ സാധാരണ ഒരാൾ കണ്ടാൽ തോന്നും ഭക്തനായ ഒരു മനുഷ്യനാണെന്ന്. പക്ഷെ താൻ വേദപുസ്തകം വായിച്ചത് മുഴുവനും വേദപുസ്തകത്തിലെ കോൺട്രഡിക്ഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള തന്റെ പ്രചോദനമായിരുന്നു. ആ വേദപുസ്തകത്തിലെ തെറ്റുകൾ കണ്ടുപിടിച്ചാൽ, കോൺട്രഡിക്ഷൻസ്, വിരോധാഭാസങ്ങൾ കണ്ടുപിടിച്ചാൽ അതെല്ലാം തന്റെ ഭാവനയിൽ, തന്റെ മാനുഷികമായ ചിന്തയിൽ ഒരു നോട്ട് ബുക്കിനകത്ത് എഴുതി 1, 2, 3 എന്ന ചോദ്യങ്ങൾ എഴുതി ആ ചോദ്യങ്ങളെല്ലാം മറ്റുള്ള ആളുകളോട്, പുരോഹിതന്മാരോട്, തിരുമേനിമാരോട് ചോദിക്കാൻ വേണ്ടി അതിങ്ങനെ ബുക്കിനകത്ത് എഴുതി സൂക്ഷിച്ച ഒരു വ്യക്തി. അദ്ദേഹം അതെല്ലാം ബുക്കിനകത്ത് എഴുതി സൂക്ഷിക്കുമ്പോൾ മനസ്സിലെ ചിന്ത എന്ന് പറയുന്നത് ഇങ്ങനെ തെറ്റുകളുള്ള, വിരോധാഭാസങ്ങളുള്ള, പരസ്പര വിരുദ്ധമായ ആശയങ്ങൾ പറയുന്ന ഈ പുസ്തകം തെറ്റാണ്, ഇത് ശരിയല്ല എന്ന് പറഞ്ഞു വെക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. പക്ഷെ സർവശക്തനായ ദൈവം തമ്പുരാൻ അങ്ങനെ ഒരു കാര്യം ഈ മനുഷ്യൻ ചെയ്തതുകൊണ്ട് ഒരു കാര്യം അദ്ദേഹത്തിന് ബോധ്യപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായി. വചനവിരുദ്ധമായ കാര്യങ്ങൾ അദ്ദേഹം അന്വേഷിക്കുകയും തെറ്റുകൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിന് ഈ ക്ലിറ്റസ് എന്ന് പറയുന്ന ദൈവദാസൻ ക്ഷണിച്ചു വരുത്തിയ മീറ്റിങ്ങിനകത്ത് പോയിരിക്കാൻ ഒരു സന്ദർഭമുണ്ടായി. ആ സന്ദർഭത്തിൽ ഒരു ദൈവദാസൻ, ആരെന്ന് എനിക്ക് ഓർമ്മയില്ല, ഞാൻ ആ യോഗത്തിൽ ഇല്ല. പക്ഷെ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലർ ഇങ്ങനെ ചോദിക്കുന്നു, ചിലർ മറ്റ് പല ചോദ്യങ്ങൾ ചോദിക്കുന്നു, അതിന്റെ ഉത്തരം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദൈവദാസൻ ഒരു 4-5 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ
അദ്ദേഹത്തിന്റെ നോട്ട് ബുക്കിലുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ തന്നെ പരസ്യമായിട്ട് പറഞ്ഞു. ഇത് പരസ്യമായിട്ട് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ നേരെ വിരൽ ചൂണ്ടി ചോദിച്ചു, ഇതൊരു ഹിപ്നോട്ടിസമാണെന്ന് തോന്നുന്നുണ്ടല്ലേ ചേട്ടാ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്നൊന്ന് കിടിലം കൊണ്ടതുപോലെ പെട്ടെന്ന് ഒരു ഉള്ളിലൊരു വാൾ മിന്നി. കാര്യം എന്തെന്ന് ചോദിച്ചാൽ താൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇതെന്റെ മനസ്സിലുള്ളതും എന്റെ ബുക്കിലുള്ള ചോദ്യങ്ങളും എങ്ങനെ ഈ മനുഷ്യൻ ചോദിച്ചു, എനിക്കതിന് ഉത്തരം കിട്ടി, ഇതെന്ത് അത്ഭുതമാണ് എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആ ചോദ്യം ഈ കർത്താവിന്റെ ദാസൻ ചോദിക്കുന്നത്. കൃപയാൽ അന്ന് അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം അവിടെയുള്ള ക്ലീറ്റസ് സാറിനോട് ചോദിച്ചു, സാറേ ഞാന് ഒരു മാസം നിങ്ങളുടെ അടുക്ക വന്നാൽ എന്നെ വചനം പഠിപ്പിക്കാമോ? ശരിയായ ഉത്തരം എനിക്ക് കിട്ടുന്നുണ്ട് എന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ബഹുമാന്യനായ പരേതനായ കർത്താവിന്റെ ദാസൻ പറഞ്ഞു, തീർച്ചയായിട്ടും നിങ്ങൾ ഒരു മാസം തുടർച്ചയായിട്ട് ഇവിടെ വരിക. യോഗങ്ങളോ കൂട്ടങ്ങളോ ഒന്നുമല്ലെങ്കിലും എല്ലാ സംശയങ്ങൾക്കും പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ഞാൻ ഉത്തരങ്ങൾ പറയാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അവിടേക്ക് ക്ഷണിച്ചു. എൻ്റെ അമ്മയും അത് അപ്പച്ചനും ഒരുപോലെ അവിടെ ചെന്നു. എല്ലാ ദിവസവും ജോലി കഴിഞ്ഞ് പണിക്കാരൊക്കെ കയറിപ്പോയി കുളി കഴിഞ്ഞ് രണ്ടുപേരും കൂടെ ആ യോഗത്തിന് പോകും. യോഗത്തിൽ കയറിയിരുന്ന് ആ വീട്ടിനകത്ത് ചെന്ന് ക്ലീറ്റസ് സാറുമായിട്ട് സംവാദിക്കും. ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായിട്ടുള്ള ഉത്തരം സംതൃപ്തമായിട്ട് ലഭിച്ച് അദ്ദേഹം മടങ്ങി വരുമ്പോൾ ഒരു മാസത്തിന് ശേഷം അദ്ദേഹം എടുത്ത തീരുമാനം, നിശ്ചയമായിട്ടും ഞാൻ ഇനി മുതൽ ഈ ദൈവവചനം നന്നായി പഠിപ്പിക്കുന്ന ഇദ്ദേഹത്തിന്റെ കൂടെ മാത്രമേ ഇനി ആരാധനയിൽ പങ്കെടുക്കുന്നുള്ളൂ. പള്ളിയിൽ പോകാറില്ല, പ്രാർത്ഥനയിൽ പങ്കെടുക്കാറില്ല. അമ്മയും ഞങ്ങളും മാത്രമാണ് പള്ളിയിൽ പോകുന്നത്. ഒരു തരത്തിൽ യേശുക്രിസ്തുവിന്റെ വചനം പഠിക്കാൻ ഒരു സന്ദർഭം തനിക്കുണ്ടായപ്പോൾ ഉറച്ച തീരുമാനത്തിന്റെ ആ തീരുമാനത്തിന്റെ വെളിച്ചത്തിൽ അദ്ദേഹം പ്രാർത്ഥനാ കൂട്ടങ്ങളിൽ സംബന്ധിക്കാൻ തുടങ്ങി. ഞങ്ങൾക്കെല്ലാം അത്ര തൃപ്തിയായില്ല. ഞങ്ങൾക്കെല്ലാം എന്ന് പറഞ്ഞാൽ മക്കൾ 3 പേരുണ്ട്. 3 പേർക്കും അത് തൃപ്തിയായില്ല. പക്ഷെ എൻ്റെ ഇളയ സഹോദരി ഇപ്പോൾ അവര് കർത്താവിന്റെ വേലയിലാണ്, ഷിജി സൈമൺ. അവൾ കർത്താവിന്റെ വേലയിലായിരിക്കുന്ന സന്ദർഭങ്ങളിൽ എനിക്ക് ഓർക്കാനുള്ള കാര്യം, എൻ്റെ ഇളയ സഹോദരി അന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുക. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ സഹോദരി അവളെ സൺഡേ സ്കൂളിൽ അവിടെ അയച്ചു. ക്ലീറ്റസ് സാർ പറഞ്ഞു, കുഞ്ഞുങ്ങൾ വേറെ എങ്ങും പോകാതിരിക്കുകയല്ലേ, വിട് എന്ന് പറഞ്ഞപ്പോൾ നിർബന്ധപൂർവം അദ്ദേഹം ക്ഷണിച്ചപ്പോൾ അവിടേക്ക് വിടുകയുണ്ടായി. എനിക്ക് തൃപ്തിയായില്ല. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയമാണ്. എൻ്റെ കൂട്ടുകെട്ടുകളും എൻ്റെ ഇടപാടുകൾക്കകത്ത് എൻ്റെ സഹോദരി ഇങ്ങനെ പെന്തിക്കോസ്തിന്റെ അല്ലെങ്കിൽ അത് വേർപെട്ട ഒരു ആരാധനയുടെ ഒരു സൺഡേ സ്കൂളിൽ പോയി ഇരിക്കുക, അതുപോലെ യോഗങ്ങൾക്ക് പോകുക, അരോചകത്വമായിട്ട് തോന്നി. എനിക്ക് വിഷമകരമായ അന്തരീക്ഷം ഉണ്ടായി. പക്ഷെ എൻ്റെ സഹോദരിമാർ, കൊച്ചു സഹോദരിയും അതുപോലെ തന്നെ നേരെ ഇളയ സഹോദരിയും ഒരുമിച്ച് ആ സൺഡേ സ്കൂളിൽ പോകാൻ തുടങ്ങി. അവൾ തീരുമാനമെടുത്തു, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം, ഞാൻ ഇനി യേശുവിന് വേണ്ടി ജീവിക്കൂ എന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ ഇളയ സഹോദരി ഷിജി തീരുമാനമെടുത്തു. ആ തീരുമാനത്തിന്റെ വെളിച്ചത്തിൽ അവൾ ആഗ്രഹം അമ്മയോട് പറഞ്ഞു. അതുപോലെ തന്നെ പിതാവിനോട് പറഞ്ഞു, അവർ നിനക്ക് താല്പര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പോകണം എന്ന് മാതാപിതാക്കൾ പറഞ്ഞു. അതിനോടുള്ള ബന്ധത്തിൽ എൻ്റെ ഡ്യൂട്ടി എൻ്റെ കയ്യിലായി. രാവിലെ കൊണ്ടുവിടണം, സൺഡേ സ്കൂളിൽ കൊണ്ടിയാക്കണം, അങ്ങനെയുള്ള ചില ഡ്യൂട്ടികൾ എനിക്ക് വന്നു. ഞാൻ സഹിക്കാൻ എനിക്ക് പറ്റുന്നില്ല. വൈകിട്ട് യോഗമുള്ളപ്പോൾ യോഗത്തിൽ പോകണമെന്ന് അവൾ പറഞ്ഞാൽ കൊണ്ടുപോയി വിടണം എന്ന് എന്നോട് നിർദ്ദേശം നൽകി. ഞാനൊരു സാമൂഹികമായ ഇടപാടുകളിൽ കലാപരമായ ജീവിതത്തിൽ ഏർപ്പെട്ടു പോയ ഒരു മനുഷ്യനാണ്. കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിലും ആ പ്രദേശത്തുള്ളവർക്ക് അറിയാം, ഇടുക്കി വാഴത്തോപ്പിലെ പ്രദേശത്തുള്ള ആളുകൾക്ക് എന്നെ നന്നായിട്ട് അറിയാം. ഞാൻ കോളേജ് പഠന കാലയളവിൽ അവിടെ നാടകവേദികളിലും മറ്റ് കലാപരമായ ഇടപാടുകളിലും ഏർപ്പെട്ട് സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് എനിക്ക് പറയാനായിട്ട് കഴിയും, അങ്ങനെ ഒരു കലാപരമായ ജീവിതത്തിന്റെ നടുവിൽ നിന്ന് ലോകപ്രകാരം ജീവിച്ചും നശിച്ചു പോകേണ്ട ഇടത്തു നിന്ന് എന്റെ കർത്താവിനെ രക്ഷകനായി സ്വീകരിപ്പാൻ ജൂൺ മാസം 13-ാം തീയതി 1982 ജൂൺ മാസം 13-ാം തീയതി സർവശക്തനായ ദൈവതമ്പുരാൻ എനിക്ക് അവസരം നൽകി. എനിക്ക് ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അപമാനകരമായ ഒരു ജീവിതമാണ് ഈ പെന്തക്കോസ്ത് ജീവിതം. ഇങ്ങനെ ആളുകളുടെ മുമ്പിൽ നാണം കെട്ട് ജീവിക്കാൻ എന്നെ കൊണ്ടൊക്കത്തില്ല. ഞാൻ പെന്തക്കോസ്തുകാരനായിട്ട് ജീവിക്കില്ല, പകരം യേശുവിന് വേണ്ടി ജീവിക്കാം എന്ന് ഞാൻ ഉടമ്പടി എടുത്തത്. പക്ഷെ എനിക്കൊരു അപമാനം തോന്നിയെങ്കിലും എൻ്റെ തലമുടി നീട്ടി
ഒരു അത് സാധാരണ പോലെ ആളുകൾ ഇന്നത്തെ രീതിയിൽ നടക്കുന്നത് പോലെ കുഞ്ഞുങ്ങൾ യൗവനക്കാരെ എങ്ങനെ നടക്കണമെന്ന് ആഗ്രഹിച്ചു അതുപോലെ നടന്ന ഒരു മനുഷ്യൻ എനിക്ക് പെന്തക്കോസ്തിന്റെ ലൈനിൽ അല്ലെങ്കിൽ വേർപെട്ട ആരാധനയുടെ രീതിയിൽ ജീവിക്കാൻ താല്പര്യമില്ലാതെ പോയ ഒരു മനുഷ്യന്. പക്ഷെ സർവശക്തനായ ദൈവം തമ്പുരാന്റെ കരം എന്റെ മേൽ നീട്ടി. 1982 ജൂലൈ മാസം 11 ഇടുക്കി ഡാം റിസർവോയറില് സ്നാനപ്പെടുവാൻ ദൈവം എനിക്ക് അവസരം നൽകി. എന്റെ മാതാപിതാക്കളും എന്റെ ഇളയ സഹോദരിയും ചേർന്ന് ഞങ്ങൾ 4 പേര് ഒരുമിച്ച് ആ ജലാശയത്തിൽ സ്നാനമേറ്റു. ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, അതിനുശേഷം ദീർഘമായ വർഷങ്ങൾ അത് ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അത് കുടുംബ ആരാധന നടത്താൻ കഴിയാതെ, പ്രാർത്ഥിക്കാൻ പോകാൻ കഴിയാതെ, വീട്ടിലേക്ക് ഒരു മനുഷ്യൻ കയറി വരാൻ അനുവദിക്കാത്ത പല സാഹചര്യങ്ങളും ഉണ്ടായി. കേസുകളും വഴക്കുകളും, അതേ ആരാധനയ്ക്ക് വിരോധമായുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉടലെടുത്തു. എന്നാൽ കുടുംബപരമായ നിലയിലും ബന്ധങ്ങൾ അകന്നുപോയി. ഒരു കാര്യത്തിലും അടുപ്പമില്ലാത്ത ജീവിത സാഹചര്യം, 3.5 വർഷത്തോളം ഭയത്തോടെ കഴിഞ്ഞ ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട്. എന്നാൽ അതിന്റെ നടുവിൽ ഉറച്ചു നിൽപ്പാൻ സർവശക്തനായ ദൈവം തമ്പുരാൻ കൃപ നൽകി. ഒരു മാനസാന്തരം ഒരു മനുഷ്യനുണ്ടായാൽ ആ മനുഷ്യന് വരുന്ന മാറ്റങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് സാക്ഷ്യമായി മാറി. തീർച്ചയായിട്ടും 1982 മുതൽ ആ പ്രദേശത്ത് വേർപെട്ട ആരാധനയുടെ ദൈവമക്കൾ എന്ന് പറയുന്ന ഒരു കൂട്ടത്തെ കാണാതിരുന്ന സ്ഥലത്ത് ഒരു പെട്ടെന്ന് ഒരു ചെടി മുളച്ചു വരുന്നത് പോലെ ആ പ്രദേശത്ത് 4 പേര് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ദൈവസഭയുടെ തുടക്കം കുറിപ്പാൻ സർവശക്തനായ ദൈവം തമ്പുരാൻ ഭാഗ്യം നൽകി. ഒരുപാട് പ്രതിസന്ധികൾ അതിനിടയിൽ നേരിട്ടിട്ടുണ്ട്. ഭയാനകമായ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രാത്രി ഭയത്തോടെ കഴിഞ്ഞുകൂടിയ ദിവസങ്ങളുണ്ട്. പക്ഷെ സർവശക്തനായ ദൈവം തമ്മിന്റെ കരുതലും കാവലും ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. എല്ലാം യേശുക്രിസ്തുവിന് വേണ്ടി, യേശുക്രിസ്തുവിന്റെ നാമത്തെ പ്രതി ഞങ്ങൾക്ക് സഹിപ്പാൻ ഇടയായതുകൊണ്ട് ഇന്ന് ദേശത്തിന്റെ നടുവിൽ സാക്ഷ്യത്തോടെ ആരുടെ മുമ്പിൽ തലകുനിക്കാതെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ജീവിപ്പാനുള്ള ഭാഗ്യം ദൈവം നൽകി. ഇന്ന് ഞാൻ കർത്താവിന്റെ വേലയിൽ ഇടുക്കി ജില്ലയിൽ തന്നെ നെടുങ്കണ്ടം എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചുകൊണ്ട് ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കർത്താവിന്റെ വേലയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പൂർണ്ണ സമയം ഇറങ്ങി പ്രവർത്തിപ്പാൻ എന്റെ ജീവിതം ഞാൻ സമർപ്പിച്ചു. 1985 മെയ് മാസത്തില് മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയില് ദൈവവചനം പഠിപ്പാൻ പോയി. പഠനം കഴിഞ്ഞ് പൂർത്തീകരിച്ചു വന്ന് ഞാൻ വാകത്താനം ടാബർനാക്കൽ ബൈബിൾ കോളേജിലെ അധ്യാപകനായിട്ട് മാറി. അങ്ങനെ കേരളത്തിലെ ചെറിയ ബൈബിൾ സ്കൂളുകളിൽ 8 ബൈബിൾ സ്കൂളുകളിൽ മാറി മാറി പഠിപ്പിച്ചു. ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് നെടുങ്കണ്ടത്ത് പാർത്ത് ദൈവസഭയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ ദൈവം കൃപ ചെയ്തു. ഞങ്ങൾ കുടുംബമായിട്ട് ഇവിടെ പാർക്കുന്നു. എനിക്ക് എൻ്റെ മാതാപിതാക്കൾ നിത്യതയിൽ ചേർക്കപ്പെട്ടു. എനിക്ക് ഹല്ലേലൂയ ഭാര്യയും 3 മക്കളുമുണ്ട്. 3 മക്കളും കുടുംബസ്ഥരാണ്. അവരെല്ലാവരും വ്യത്യസ്തമായ ഇടങ്ങളിൽ കർത്താവിന്റെ നാമത്തെ പ്രതി കർത്താവിന് വേണ്ടി സാക്ഷ്യത്തോടെ ജീവിപ്പാൻ ദൈവം അവർക്കെല്ലാം കൃപ കൊടുത്തിരിക്കുന്നു. ഇന്ന് രാവിലെ നമ്മൾ ഈ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഞാനൊരു 15 മിനിറ്റ് നേരം ഇപ്പോഴ് ദൈവ സന്നിധിയിൽ എൻ്റെ സാക്ഷ്യത്തിൽ ഞാൻ എങ്ങനെ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു എന്നുള്ള കാര്യം മാത്രം ഞാൻ നിങ്ങളെ ഓർപ്പിച്ചു. എനിക്ക് ഇതിൽ നിന്ന് പറയാനുള്ള ഒരു കാര്യം, ഏതൊരു മനുഷ്യനും താല്പര്യമില്ലെങ്കിലും യേശുവിനെ കണ്ടെത്താനുള്ള വഴി ഒരുപാടുണ്ട്. യേശുവിനെ കണ്ടെത്താനുള്ള വഴികൾക്ക് വേണ്ടി പല ആളുകളും നമ്മളെ സമീപിക്കും. ഒരുപാട് ആളുകൾ പല സന്ദർഭങ്ങളിലായിട്ട് നമ്മുടെ അടുക്കൽ വന്നിട്ടുണ്ടായിരിക്കും. പല സന്ദേശങ്ങൾ നമ്മുടെ കാതുകളിൽ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ അതൊന്നും നമുക്ക് താല്പര്യമായി തോന്നിക്കാണുകയില്ല. അതൊന്നും നമുക്ക് വലിയ ഇഷ്ടമായി തോന്നിയില്ല. അതിനോടൊന്നും നമുക്ക് അടുപ്പം തോന്നിയിട്ടില്ല. പക്ഷേ യേശു ഒരുക്കുന്ന ഒരു വഴി, ഒരു മനുഷ്യന്റെ നേരെ അത് വരുമ്പോൾ നിശ്ചയമായിട്ടും അതിന് വഴങ്ങേണ്ടിയിരുന്ന സാഹചര്യങ്ങൾ നമുക്കുണ്ടാകും. യേശുവിന്റെ മുൻപാകെ എത്രമാത്രം നമ്മൾ നേരെ നിന്നാലും ഒരു തരത്തിലും നമ്മൾ വഴങ്ങാത്തവരായിട്ട് നിവർന്നു നിൽക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായാലും പരിശുദ്ധാത്മാവിന് മുമ്പിൽ വിധേയപ്പെടേണ്ട സാഹചര്യങ്ങൾ അടുത്തു വരുമ്പോൾ യാതൊരു ബലവും പിടിക്കാതെ കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ നിശ്ചയമായിട്ടും ആ ജീവിതത്തെ എൻ്റെ ദൈവം തമ്പുരാൻ രൂപാന്തരപ്പെടുത്തി അനുഗ്രഹിച്ച് തക്കതായ വഴിയിൽ കൈപിടിച്ച് നടത്തുമെന്നുള്ള കാര്യത്തിന് 2 പക്ഷമില്ല. ഞങ്ങളുടെ ജീവിതം തകർന്ന് തരിപ്പണമാകേണ്ട ജീവിതമാണ്. കുടുംബം ഛിന്ന ഭിന്നമാകേണ്ട സാഹചര്യങ്ങളുണ്ട്. പക്ഷെ സർവശക്തനായ ദൈവം തമ്പുരാന്റെ കയ്യിൽ ഇണങ്ങി ആയുധമായിട്ട് വിട്ടുകൊടുത്തപ്പോൾ കർത്താവ് ശക്തമായി ദേശങ്ങളിൽ ഉപയോഗിപ്പാനായി ഞങ്ങളെ കർത്താവ്
ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ കരുതലിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 1-ാമത്തെ അധ്യായം 42-ാമത്തെ വാക്യം ഞാൻ ഇങ്ങനെ വായിക്കാം. അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ നോക്കി, നീ യോഹന്നാന്റെ പുത്രനായ ശീമോനാകുന്നു, നിനക്ക് കേഫ എന്ന് പേരാകും എന്ന് പറഞ്ഞു. അത് പത്രോസ് എന്നാകുന്നു. ഒരു മനുഷ്യനെ യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്ന സംഭവമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 41-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അന്ത്രയോസാണ് തന്റെ സഹോദരനെ അവിടെ കൊണ്ടുവരുന്നത്. അവൻ തന്റെ സഹോദരനായ ശീമോനെ ആദ്യം കണ്ടു. അവനോട്, ഞങ്ങൾ മശികയെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനെയാണ് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നത്. യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം, ഒരു മനുഷ്യനെ യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്ന് സംസാരിക്കുന്നതിന് മുൻപ് തന്നെ യേശു പറഞ്ഞു, യേശുവിനെ നോക്കിയിട്ട് പറയുകയാണ്, നീ യോഹന്നാന്റെ പുത്രനായ ശീമോൻ ആകുന്നു, നിനക്ക് കേഫ എന്ന പേരാകും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ദൈവസന്നദ്ധിയിൽ ഇരുന്ന് സാക്ഷ്യവും ദൈവവചനവും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്ര പെട്ടെന്നാണ് ഒരു മനുഷ്യനെ യേശുനമ്പുരാൻ മാറ്റിമറിക്കുന്നത്. യേശുവിന്റെ കണ്ണിൽ ഒരാൾ പെട്ടാൽ അവനോട് യേശു എന്താണ് സംസാരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, യേശുവിന് ഒരാളെ വേണം എന്ന് തോന്നിയാൽ, ആ മനുഷ്യനെ യേശു നോക്കിയാൽ, ആ മനുഷ്യന് വരുന്ന മാറ്റങ്ങളാണ് അവൻ യേശുവിന്റെ വകയായി തീരുന്നതിന് അതിനിടയ്ക്കുള്ള ഒരു സാഹചര്യം. യേശുവിന്റെ അടുക്കിലേക്ക് വരാൻ ആഗ്രഹിച്ചാൽ അവന് വരാനായിട്ട് കഴിയും, സാധ്യതയുണ്ട്. ആഗ്രഹിക്കുന്നവനെ അവൻ അതിനാക്കും. ഒരു താല്പര്യമില്ലാതെ ജീവിക്കുന്ന ഒരാളിനെ, ഒരാഗ്രഹവുമില്ലാതെ ജീവിക്കുന്ന ഒരാളിനെ യേശുവിന്റെ അടുത്തേക്ക് കൊണ്ടുവരുവാനും യേശുവിന് സാധിക്കും. യേശുവിന് ഒരുപാട് വഴികളുണ്ട്, യേശുവിന് ഒരുപാട് സാധ്യതകളുണ്ട്. ഞാൻ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, നമ്മളൊക്കെ ഒരു കാലഘട്ടത്തിലെങ്കിൽ മറ്റൊരു കാലഘട്ടങ്ങളിൽ യേശുവിന്റെ വകയായി തീർന്നവരാണ്. യേശുവിന് വേണ്ടി ജീവിക്കാനായിട്ട് വേർതിരിയപ്പെട്ടവരാണ്. ആരെങ്കിലും ഒരാൾ എന്നെ ആദ്യമായിട്ടോ അല്ല യേശു ക്രിസ്തുവിന് ഇതുവരെ ആയി തീർന്നിട്ടില്ലാത്ത വ്യക്തിയോ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയുള്ളവരോട് പറയാം, നമ്മുടെ ആഗ്രഹങ്ങളെ മാനിച്ച് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അല്ല, നമുക്ക് ഒന്ന് വിശകലനം ചെയ്ത് പഠിച്ചിട്ട് മാത്രമേ വരുന്നുള്ളൂ, യേശുവിന്റെ അടുക്കൽ ഞാൻ വരുന്നുള്ളൂ എന്ന് വിചാരിച്ചെങ്കിൽ അതിന് യേശു സാവകാശം തന്നിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ആരൊക്കെ യേശുവിലേക്ക് അടുത്തു വരാൻ ആഗ്രഹിക്കുന്നോ അവരെ യേശുവിന്റെ അടുക്കൽ യേശു കൊണ്ടുവരികയും ചേർത്ത് പിടിക്കുകയും ചെയ്യും എന്നുള്ളത് ഒരു നഗ്നമായ യാഥാർത്ഥ്യമാണ്. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തിയ ഈ സംഭവം എന്നെ ഓർപ്പിക്കുന്നത്, യേശുക്രിസ്തുവിന്റെ നോട്ടത്തിനകത്ത് ഒരു രൂപാന്തര ശക്തി മനുഷ്യ ശരീരത്തിന്മേൽ വ്യാപരിക്കുന്നുണ്ട്. യേശു അവനെ നോക്കി എന്നിട്ട് പറയുകയാണ്, നിനക്കിനി മുതൽ കേഫ എന്ന് പേരാകും. അവനെ ചരിത്രം മുഴുവൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന അർത്ഥത്തിൽ, നീ യോഹന്നാന്റെ മകനാണ്, നീ ഇന്ന വീട്ടിലെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് യേശു അവനോട് സംസാരിക്കുകയാണ്. അന്ത്രയോസ് വിളിച്ചുകൊണ്ട് വന്നിട്ട് മശികയെ കണ്ടു എന്ന് പറഞ്ഞ് ആ ഒന്ന് കാണാൻ വേണ്ടി വിളിച്ചുകൊണ്ട് വരുന്ന അന്ത്രയോസിന്റെ സഹോദരനായ ശീമോൻ തന്റെ സഹോദരനോട് ദൈവാത്മാവ് സംസാരിക്കുന്നത്, യേശു സംസാരിക്കുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. എന്നിട്ട് പറഞ്ഞു, നീ ഇന്ന വീട്ടിലെയാണ്, നിന്റെ പിതാവ് ഇന്നതാണ്, നിന്റെ പേര് ഇന്നതാണ്, ആ പേര് ഞാൻ മാറ്റുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം, യേശുവിന്റെ അടുക്കൽ വന്ന് യേശുവിന്റെ കണ്ണുകൊണ്ട്, യേശുവിന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ട ആ ശീമോന്റെ മേൽ ചരിത്രം മാറിമറിയാൻ പോകുകയാണ്. അവന്റെ ജീവിതഭാഗം മാറിമറിയാൻ പോകുകയാണ്. അവന്റെ ലെവൽ മാറുകയാണ്. അവന്റെ ജീവിതത്തിന്റെ നിലവാരത്തിന് മാറ്റം വരികയാണ്. ഒരു കാര്യം ഇന്ന് എന്നെ കേട്ടോണ്ടിരിക്കുന്നവരോട് ഞാൻ പറയാം, യേശുവിന്റെ കണ്ണിൽ നീ പെട്ടിട്ടുണ്ടെങ്കിൽ, യേശുവിന്റെ കണ്ണിൽ പെടാൻ ഒരു അവസരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിരാശപ്പെടേണ്ടി വരികയില്ല. യേശുവിന്റെ കൺമുമ്പിൽ വരുന്ന ഒരു വ്യക്തിയെ എന്റെ യേശു തമ്പുരാൻ നേരെ നോക്കി അവന് മാറ്റങ്ങൾ വരുത്തേണ്ട സന്ദർഭങ്ങളിൽ മാറ്റങ്ങൾ വരുത്തി രൂപാന്തര ശക്തി അയക്കുമെന്നുള്ള കാര്യത്തിന് രണ്ടു പക്ഷമില്ല. എത്രയെത്ര വ്യക്തികളുടെ ചരിത്രങ്ങളുണ്ട്. ശിമോന്റെ ചരിത്രം കൂടാതെ വേദപുസ്തകം പഠിക്കുന്ന ആളുകൾക്കറിയാം എത്രയെത്ര ചരിത്രങ്ങളുണ്ട് യേശു മാറ്റിമറിച്ചതിന്റെ. ഈ മനുഷ്യന്റെ ചരിത്രം തന്നെ ഞാൻ ആവർത്തിക്കാം. ആ മനുഷ്യന്റെ പേര് പറഞ്ഞത്
ശിമോൻ എന്നാണ് പേര്. നിന്റെ പേര് ഞാൻ മാറ്റുകയാണ്. നിനക്ക് ഇനി മുതൽ കേഫ എന്ന് പേരാകും. ശിമോൻ എന്ന വാക്കിന് പല അർത്ഥങ്ങൾ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. ശിമോൻ എന്ന വാക്കിന്റെ അർത്ഥം, ഒരർത്ഥം അതെ സാൻഡ്, മണൽത്തരി. അത് കാറ്റടിച്ചാൽ പറന്നു പോകാവുന്ന മണൽത്തരി, കട്ടിയുള്ളതല്ല. ഈ മണൽത്തരി കാറ്റടിക്കുമ്പോൾ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകും. ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്കും അവിടുന്ന് മറ്റൊരിടത്തേക്കും പാറിപ്പറക്കാൻ മാത്രം കഴിവുള്ള മണൽത്തരി എന്ന അർത്ഥത്തിലാണ് ഒരു പേര് പറയുന്നത്. എന്നാൽ മറ്റൊരർത്ഥം പറയുന്നത് ഞാങ്ങണ, ആടി ഉലയുന്ന ഞാങ്ങണ. ഞാങ്ങണയ്ക്ക് തുല്യമാണ് ശിമോനെ നീ. ആടി ഉലയുന്ന ഞാങ്ങണയാണ്. ഒരു കാറ്റടിക്കുമ്പോൾ ഇടത്തോട്ട് ചെരിയും, അവിടുന്ന് കാറ്റടിക്കുമ്പോൾ വലത്തോട്ട് ചെരിയും. അതെ, മറ്റൊരു കാറ്റടിക്കുമ്പോൾ പിറകോട്ട് മാറും. അങ്ങനെ ആടി ഉലയുന്ന, ഉറപ്പില്ലാത്ത, ഇളകിമറിയുന്ന എന്നൊക്കെ അർത്ഥമുള്ള ശിമോൻ. പക്ഷേ സ്വർഗത്തിലായ ദൈവം തമ്പുരാൻ ഇങ്ങനെ പറയുകയാ, ശിമോനെ, നിന്നെ പേര് ഇനി മുതൽ കേഫ എന്നായിട്ട് മാറും. എന്നെ കേട്ടോണ്ടിരിക്കുന്നവരോട് ഞാൻ പറയണം, വളരെ ആത്മാവിൽ സന്തോഷത്തോടു കൂടി ഞാൻ പറയുകയാണ്, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഒരുപക്ഷെ ഇതുപോലെ ആടി ഉലയുന്നതോ കാറ്റത്ത് പാറിപ്പോകുന്നത് പോലുള്ള സന്ദർഭങ്ങൾ, ഉറച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ ശിമോന് തുല്യമാണ്. നമ്മുടെ ജീവിതം പലപ്പോഴും ആടി ഉലയുന്നത് പോലെ, ഇളകി മറിയുന്നത് പോലെയൊക്കെ തോന്നിയാൽ, നമ്മുടെ പേര് ശിമോൻ എന്നല്ലെങ്കിലും ശിമോൻ അതിന് തുല്യമാണ് ഞാനും നിങ്ങളും. എന്ത് ചെയ്യുമെന്നറിയുന്നില്ല, കാറ്റടിക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, ആടി ഉലഞ്ഞു പോവുകയാണ്, ഇളകി മറിഞ്ഞു പോവുകയാണ്. എന്ത് ചെയ്യുമെന്നറിയാതെ കുഴയുന്ന സന്ദർഭത്തിൽ യേശുവിന്റെ മുഖത്തേക്ക് നോക്കാൻ തയ്യാറാണെങ്കിൽ പരിശുദ്ധാത്മാവിന് ചില രൂപാന്തര ശക്തികൾ അയക്കാനുണ്ട്. ചില വ്യത്യാസങ്ങൾ, ചില മാറ്റിമറിച്ചിലുകൾ, ചില നിലവാരങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ കഴിയുന്ന ഒരു അഭിഷേകത്തിന്റെ വ്യാപാരം നമ്മിൽ വ്യാപരിക്കുമെന്ന് ഉറപ്പായി വിശ്വസിക്കാൻ കഴിയണം. ഈ ശിമോനോട് പറഞ്ഞു, ശിമോനെ, നിന്റെ പേര് ഞാൻ മാറ്റി കേഫ എന്നാക്കും. നീ എന്ന കേഫ എന്നാകും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, കേഫ എന്ന് പറഞ്ഞാൽ പെട്ര എന്നർത്ഥമുള്ള പാറ കഷണം. ഒരു പാറ പോലെ നിന്നെ ഞാൻ മാറ്റിയെടുക്കാൻ പോകുകയാണ്. ഒരു പാറയുടെ കഷണം, ഒരു കരിങ്കൽ ചീള് ഒരു സ്ഥലത്ത് കിടന്നാൽ ഒരു കാറ്റടിച്ചാൽ അത് പറക്കില്ല, കാറ്റടിച്ചാൽ മറ്റൊരിടത്തേക്ക് പോകില്ല, ആടി ഉലയില്ല. എത്ര വലിയ ശക്തിയേറിയ കാറ്റടിച്ചാലും മണൽത്തരി പാറി പറന്നു പോകും. പക്ഷേ കരിങ്കൽ ചീള് അവിടെ കിടക്കും, കരിങ്കൽ പാറ കഷണം അവിടെ കിടക്കും. അതുപോലെ ഉറപ്പുള്ളതാക്കി മാറ്റിയെടുക്കാൻ എനിക്ക് താല്പര്യമുണ്ട് എന്ന് യേശു പറയുകയാ. അങ്ങനെയെങ്കിൽ ഒരു നിമിഷം കൊണ്ട് അവന്റെ കണ്ണുകൊണ്ട് നോക്കി ശിമോനെ കണ്ടിട്ട് ശിമോനോട് പറയുക, നീ ഇത്രയും ദിവസവും ആടി ഉലയുന്നവന്റെ പട്ടികയിലായിരുന്നു, ഇളകി പാറി പറക്കുന്നവന്റെ പട്ടികയിലായിരുന്നു, അടി ഉറച്ചു നിൽക്കാൻ കഴിയാത്തവന്റെ പട്ടികയിലായിരുന്നു. പക്ഷെ നിന്നെ ഞാനിതാ മാറ്റി മറിച്ചിട്ട് അത് മറ്റൊരു നിലവാരത്തിലേക്ക് കൊണ്ടുവരുവാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ ആ നിമിഷം മുതൽ ശിമോന്റെ ജീവിതത്തിന് ചലനങ്ങൾ ഉണ്ടാവുകയാണ്, അവന് മാറ്റങ്ങൾ സംഭവിക്കുകയാണ്, പരിവർത്തനങ്ങൾ സംഭവിക്കുക. ഇന്ന് രാത്രി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരോട്, കർത്താവിന്റെ വേലക്കാരായ പ്രിയപ്പെട്ടവരോട് ഞാൻ സ്നേഹബുദ്ധിയാ പറയട്ടെ, ഇളകിപ്പോകുന്ന സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ദൈവത്തിന്റെ ആത്മാവിനെ നിങ്ങളെ ഉറപ്പിച്ചു നിർത്താൻ പദ്ധതിയുണ്ട്. അത് ഇളകി ആടി പോകാനുള്ളവരല്ല, തകർന്ന് തരിപ്പണമാകാനുള്ളവരല്ല, കാറ്റിനാൽ ആടി ഉലഞ്ഞു പോകേണ്ടവരല്ല. ഇളകി മറിഞ്ഞ് ജീവിതം അസ്വസ്ഥപ്പെട്ട് തകർന്നു മറിഞ്ഞ് ജീവിതം ഇല്ലാതെയാക്കി തീർക്കേണ്ടവരല്ല. പകരം സർവശക്തനായ ദൈവത്തിന്റെ കണ്ണുകൾ ഹല്ലേലൂയ എന്റെ മേലൊന്ന് നോക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ ഇന്ന് രാവിലെ കഴിയുന്നെങ്കിൽ ഈ സമയത്ത് ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാം, അത് നിങ്ങളുടെ മേലൊരു കണ്ണ് നോക്കും. ദിനവൃത്താന്ത പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്, തങ്ങൾ ഏകാഗ്രതന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ദൈവത്തിന്റെ കണ്ണ് ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ കണ്ണ് ഭൂമിയിൽ ഊടാടിക്കൊണ്ടിരിക്കുന്നു എന്ന ബോധ്യമുണ്ടെങ്കിൽ ഇന്നെന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഞാൻ പറയാം, ദൈവത്തിന്റെ കണ്ണ് നിങ്ങളെ കാണുന്നുണ്ട്. നിങ്ങൾ ഇരിക്കുന്ന ഇടം നിങ്ങൾ കർത്താവ് കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിത ചര്യകൾ ദൈവം അറിയുന്നുണ്ട്. നിങ്ങളുടെ ഇടപാടുകളും ജീവിതത്തിന്റെ വിഷമങ്ങളും അതിന്റെ സങ്കടങ്ങളും നിങ്ങൾക്ക് പരിഹരിക്കാൻ മേലാത്ത വിഷയങ്ങളുമായി അത് തലച്ചുമടിൽ
ചാക്കുകെട്ട് ചുമന്നുകൊണ്ട് നടക്കുന്നത് പോലെ, കരിങ്കൽപ്പാറ ചുമന്നുകൊണ്ട് നടക്കുന്നത് പോലെ, ഒരു നിലയിലും സഹിക്കാൻ കഴിയാത്ത ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് നടക്കുന്ന നിങ്ങളെ എന്റെ യേശു കാണുന്നുണ്ട് എന്നുള്ള കാര്യം മറക്കണ്ട. ആ യേശു പറയുന്നു, അതെ, എന്റെ കണ്ണ് നിന്നെ കാണുന്നുണ്ട്, എന്റെ കണ്ണുകൊണ്ട് ഞാൻ ഇതെല്ലാം അറിയുന്നുണ്ട്, എന്റെ കണ്ണുകൊണ്ട് ഞാൻ നോക്കി മനസ്സിലാക്കുന്നുണ്ട്. നിന്റെ തകർന്ന ജീവിതത്തെ പണിതെടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കുമെന്ന് യേശു പറഞ്ഞാൽ വിശ്വസിക്കാൻ എത്ര പേർക്ക് സാധിക്കും? നിരവധി പ്രാർത്ഥനാ വിഷയങ്ങളുമായി ഈ സമയത്ത് ഈ പ്രയർ ലൈനിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, നിങ്ങൾക്ക് വേണ്ടി ജാഗരിക്കുന്ന ഒരു കണ്ണുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഇടപെടാൻ കൊതിച്ചിരിക്കുന്ന ഒരു കണ്ണുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഇടപെടാൻ നോക്കിയിരിക്കുന്ന ഒരു കരമുണ്ടെന്നുള്ള കാര്യം മറക്കണ്ട. ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടും. ഇന്ന് ഈ പ്രാർത്ഥന കഴിയുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരു കാര്യം ബോധ്യപ്പെടും. കർത്താവേ, എന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ്, എന്റെ സ്വഭാവത്തെ, എന്റെ ജീവിത ശൈലികളെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് അങ്ങെന്ന് ഞാൻ ഒന്നുകൂടെ ഉറയ്ക്കുകയാണ്. ഞാൻ യേശുവിൽ ആശ്രയിക്കുന്നു. എന്റെ ജീവിതത്തിന്റെ ഇളക്കങ്ങൾ, എന്റെ ജീവിതത്തിന്റെ കലക്കങ്ങൾ, എന്റെ ജീവിതത്തിന്റെ കാറ്റുകളടിച്ച് പാറിപ്പറക്കുന്നത് പോലെ അനുഭവങ്ങളൊക്കെ ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്ന ഒരു യേശുവിനെ ഞാൻ ഒന്നുകൂടെ മുറുകെ പിടിക്കുന്നു എന്ന് പറയാൻ കഴിഞ്ഞാൽ ഈ ഇന്നത്തെ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ ഈ പ്രയർ ലൈനകത്ത് സംബന്ധിച്ചത് നിങ്ങൾക്ക് ഗുണകരമായി മാറട്ടെ എന്ന് ഞാൻ ആത്മാവിൽ ആശിക്കുകയാണ്. അതെ, ശിവനോട് പറഞ്ഞു, നിന്നെ ഞാൻ കേഫ എന്നാക്കി മാറ്റും, ഉറപ്പുള്ള ഒരു പാറ കഷണമാക്കി നിന്നെ ഞാൻ മാറ്റും എന്നാണ് യേശു പറയുന്നത്. അത് മനസ്സിലാക്കിയവന്റെ ജീവിതത്തെ മാറ്റിമറിച്ചതിന്റെ ചരിത്രങ്ങൾ നമുക്കറിയാം. ഞാന് വേദപുസ്തക ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിലെ പ്രാരംഭഘട്ടത്തിൽ അതിന്റെ ആദ്യ വാചകങ്ങളിൽ വായിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഉൽപ്പത്തി പുസ്തകം എന്താണ് പറയുന്നത്? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത വാചകത്തിൽ എഴുതിയിരിക്കുകയാണ്, ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മേലെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ഒന്നാമത്തെ വാക്യത്തിലെ കാര്യമാണ്. ഭൂമിയുടെ സൃഷ്ടി, ഉൽപ്പത്തി, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഒറ്റ വാചകത്തിൽ ഇതെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുക. രണ്ട് വാക്യങ്ങൾ ചേർത്തു എന്ന് പറയുമ്പോൾ പറയുകയാണ്, അവസാനം പാഴായും ശൂന്യമായും ഇരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മേലെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ദൈവം സൃഷ്ടിച്ച ഭൂമി എത്രയോ വർഷങ്ങൾ, കോടാനുകോടി വർഷങ്ങൾ, ആയിരക്കണക്കിന് വർഷങ്ങൾ അത് ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ചില ആളുകൾ പറയുന്നത് ഭൂമി പാഴായി പോയതാണ്. ദൈവം സൃഷ്ടിച്ച ശേഷം ശൂന്യമായി പോയി. അങ്ങനെ അവിടെ എഴുതിയിട്ടില്ല. ഭൂമി പാഴായും ശൂന്യമായി ഇരുന്നു. ദൈവം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് എത്ര കാലം അങ്ങനെ കിടന്നിരുന്നു? വിത്ത് മുളയ്ക്കാതെ, ചെടികൾ ഉണ്ടാകാതെ, നദികൾ ഒഴുകാതെ, പ്രകാശങ്ങൾ ഉണ്ടാകാതെ, ഈ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച അതേ നിലയിൽ അവിടെ കിടന്നിരുന്നു. എന്നാൽ വായിക്കുന്നത് രണ്ടാം വാക്യത്തിന്റെ അവസാന ഭാഗം, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു എന്ന് വായിക്കുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ്, തുടർമാനമായ ഒരു പ്രക്രിയയാണ്. ഈ തുടർമാനമായ പ്രക്രിയ എന്ന് പറയുന്നത്, എപ്പോഴും നടന്നുകൊണ്ടിരുന്ന ഒരു പ്രക്രിയ എന്ന് പറയുന്നത്, പാഴും ശൂന്യവുമായി ആയിരുന്ന ഒരു ഭൂമി, ആകാശം. പക്ഷെ അടുത്ത വാചകത്തിൽ വായിക്കുന്നത് ഒരു തുടർമാനമായ ഒരു പ്രക്രിയ അവിടെ നടന്നുകൊണ്ടേയിരുന്നു. പിശാച് അതിന്റെ ലോകവും പാഴും ശൂന്യമായി എന്ന വാക്കിൽ ഉറപ്പിച്ചു നിർത്തി അതിനെ ആവർത്തിച്ച് പറയാൻ ശ്രമിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഒന്നുകൂടി എടുത്തു പറയുന്നുണ്ട്, ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു പരിവർത്തനം അവിടെ നടന്നുകൊണ്ടേയിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാന് നമ്മുടെ ജീവിതവുമായിട്ട് ചേർത്ത് വെച്ചൊന്ന് പറയട്ടെ. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ശേഷമോ
അതിനു മുൻപോ എന്റെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ, ഒരു ഫലവും ഉണ്ടാകുന്നില്ലല്ലോ, ജീവിതത്തിൽ ലക്ഷ്യത്തിൽ യാത്ര ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, എന്റെ കുടുംബത്തിൽ ഒരു പച്ചയില്ലല്ലോ, ഒരു ഉയർച്ചയില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് സങ്കടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങളെ കാണാതെ മറഞ്ഞു പോയിരിക്കുന്ന ഒരു ദൈവമാണെന്ന് ചിന്തിക്കരുത്. പിശാച് പറയും, ഇത് നിങ്ങളുടെ അവസാനമാണ്, ഇതിനപ്പുറത്തേക്ക് നിങ്ങൾ വളരില്ല, ഇതിനപ്പുറത്തേക്ക് നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഒരു പച്ച ഉണ്ടാകില്ല, നിങ്ങളുടെ തലമുറകൾ ശരിയാകില്ല, മാതാപിതാക്കൾ ശരിയാകില്ല, നിങ്ങൾ ചേർന്നു പോകില്ല. ഇങ്ങനെ പാഴും ശൂന്യവുമായിരുന്ന അവസ്ഥയിൽ, അരാജകത്വം നിറഞ്ഞ ഒരു കുടുംബ സാഹചര്യത്തിൽ, അരാജകത്വം നിറഞ്ഞൊരു ജീവിത സാഹചര്യത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. ഒരു കാരണവശാലും ഇതിനെ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങളെ കൊണ്ട് സാധ്യമല്ലെന്ന് പിശാച് പലപ്പോഴും സമ്മർദ്ദങ്ങൾ കൊണ്ട്, സാഹചര്യങ്ങൾ കൊണ്ട് നമ്മളെ ഭയപ്പെടുത്തും. പക്ഷേ അടുത്ത വാചകത്തിൽ ചേർന്ന കാര്യം, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ഒരു കാര്യം ഇതിൽ നിന്ന് ഉറപ്പിക്കണം, എത്ര ശക്തിയേറിയ വാദഗതികൾ ജീവിതത്തെ ഉയർത്തരുതെന്ന് വിചാരിച്ച് തകർത്ത് തരിപ്പണമാക്കുമെന്ന് വാദിച്ചു നിൽക്കുന്ന പൈശാചിക പോരുകൾ ഉണ്ടെങ്കിലും, അതിനു മുൻപിൽ നമ്മളെ ധൈര്യപ്പെടുത്താൻ ഒരു വാചകമുണ്ട്, ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന് വേണ്ടി ഇപ്പോഴും അത് വാദിച്ച് പരിശുദ്ധാത്മാവ് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു പരിവർത്തനത്തിന് ശക്തി വ്യാപരിക്കുന്നത് ആത്മാവിൽ കാണാൻ കഴിയണം. എന്റെ കുടുംബത്തിന്റെ നേരെ, എന്റെ ജീവിതത്തിലെ ഏത് മണ്ഡലങ്ങളിലും പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തി ദൈവം അയക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ, നിരാശയ്ക്കുള്ള സാഹചര്യമല്ല ഉള്ളത്. തകർന്ന് തരിപ്പണമാകും, ജീവിതം ഉയരില്ല, പച്ച പിടിക്കില്ല, കുടുംബം തകരും, അത് ഛിന്ന ഭിന്നമാകും എന്നൊക്കെ വിചാരിച്ച് പിശാച് അതിനുവേണ്ടി സമ്മർദ്ദങ്ങൾ ചെലുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ഞാനും നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് പറയണം, എന്റെ ജീവിതത്തിന് നേരെ, എന്റെ കുടുംബത്തിന്റെ നേരെ, എന്റെ ജീവിത സാഹചര്യങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തി അത് പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു എന്ന് പറയാൻ കഴിയണം. ഞാൻ ആത്മാവിൽ അത് മനസ്സിലാക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആത്മാവിൽ ആ കാര്യം ഒന്ന് മനസ്സിലാക്കിക്കേ. ഇന്ന് പകലിൽ ഈ സമയത്ത് സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നത് ഒന്ന് ഏറ്റെടുത്തിട്ട് പറയണം, എന്റെ മേൽ, എന്റെ വീടിന്റെ മേൽ, എന്റെ തലമുറയുടെ മേൽ, മാതാപിതാക്കളുടെ മേൽ, ഭാര്യയുടെ മേൽ, ഭർത്താവിന്റെ മേൽ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, അങ്ങയുടെ പരിവർത്തന ശക്തി അയക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. നിങ്ങളുടെ അകത്തെ കണ്ണുകൊണ്ടെന്ന് കണ്ടേ, അകത്തെ കണ്ണുകൊണ്ടെന്ന് നോക്കിക്കേ. അല്ലെങ്കിൽ അകത്തെ കണ്ണുകൊണ്ടെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ച് അകത്തെ മനുഷ്യനിൽ ഗ്രാഹ്യമുണ്ടാകട്ടെ. അതെ, പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനം ശക്തി, ആ പരിശുദ്ധാത്മാ പരിവർത്തിച്ചുകൊണ്ടേ ഇരുന്നു എന്ന് വായിക്കുന്നത് പോലെ, ഇപ്പോഴും ഞാനിവിടെ സംസാരിക്കുമ്പോൾ, നിങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ, നിങ്ങളുടെ വീടിനകത്തെ ഹല്ലേലൂയ കസേരയിലോ കിടക്കയിലോ ഇരുന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പറയുന്ന കാര്യം വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അതെ, പരിവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ചിന്തകളുടെ മേൽ പരിശുദ്ധാത്മാ പരിവർത്തിക്കുകയാണ്. ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളുടെ മേൽ, തകർച്ചയുടെ മേൽ, അത് ഞെരുക്കങ്ങളുടെ മേൽ, പരിഹരിക്കാൻ കഴിയാത്ത കാര്യങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ പരിവർത്തന ശക്തി അയക്കുമെന്ന് പറഞ്ഞാൽ, ഓ ഹല്ലേലൂയ, ശമനാദികലാബൗഡ അസ്തനാമനകശാവൽക്കടക, പരിശുദ്ധാത്മാവിൽ അത് ഏറ്റെടുക്കാൻ ഇന്ന് കഴിയണം. ദൈവത്തിന്റെ മക്കളെ, ഞാൻ എൻ്റെ വാക്കുകളിൽ ദീർഘം വരുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, അതെ, പരിശുദ്ധാത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഈ പരിവർത്തന ശക്തിയുടെ കാലയളവ് നമുക്ക് അറിഞ്ഞുകൂടാ. എത്ര കാലം പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് നമുക്ക് വ്യക്തതയില്ല. പക്ഷെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്നുള്ള കാര്യം അത് തുടർമാനമായ ഒരു സംഗതിയാണെന്ന് മനസ്സിലാകുന്നുണ്ട്. ഈ 1-ാമത്തെ അധ്യായത്തിലെ അതിന്റെ 4-ാമത്തെ വാക്യം മുതൽ വായിച്ചു വരുമ്പോൾ അറിയാം, ദൈവം എന്ത് ചെയ്തു? നല്ലതെന്ന് കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർതിരിച്ചു. ഇങ്ങനെ പിന്നീട് അങ്ങോട്ട് മുഴുവനും ഉണ്ടാക്കുകയാണ്. അത് ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നീട് ദൈവത്തിന്റെ കൽപ്പനകൾ വന്ന് ഓരോന്നോരോന്ന് ഉണ്ടായി വരികയാണ്. സ്തോത്രം. 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, പകലും രാവും തമ്മിൽ വേർതിരിവാൻ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ. അവ അടയാളങ്ങളുടെ കാലങ്ങളും ദിവസങ്ങളുമായി മാറുന്നു. ആകാശവിധാനത്തിൽ വെളിച്ചങ്ങളായിരിക്കട്ടെ ദൈവം കൽപ്പിച്ചു.
അങ്ങനെ ദൈവത്തിന്റെ കൽപ്പനയാൽ വീണ്ടും ഉണ്ടായി വരികയാണ്. ജലജന്തുക്കൾ കൂട്ടമായി ജനിക്കട്ടെ, ആകാശവിധാനത്തിൽ പറവജാതികൾ പറക്കട്ടെ. അപ്പൊ ദൈവം തമ്പുരാൻ ഈ വാക്കുകൾ പറയുമ്പോൾ ഓരോന്നോരോന്ന് ഉത്ഭവിച്ചു വരുന്നത് പോലെ ജനിക്കുക, ഉണ്ടായി വരിക, അതൊക്കെയാണ് കാണുന്നത്. ദൈവത്തിന്റെ വായു, ഉച്ഛ്വാസവായു, ദൈവത്തിന്റെ ശ്വാസം, അത് സൃഷ്ടിപ്പുകൾ നടത്തും. ദൈവത്തിന്റെ ശ്വാസം കൊണ്ട് സൃഷ്ടിപ്പുകൾ നടക്കും. അതിനുശേഷം നമ്മൾ കാണുന്നത് മനുഷ്യനെ ഉണ്ടാക്കുന്ന കാര്യമാണ്. നിലത്തെ പൊടിയിൽ നിന്ന് മണ്ണ് പൊടിയെടുത്ത് മനുഷ്യനെ ഉണ്ടാക്കി. എന്നിട്ട് അതിന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിട്ടുണ്ട്. ദൈവത്തിന്റെ ശ്വാസം ആന്തരികമായ ഒരു അവയവത്തെ, ശരീരത്തെ, ഘടനയെ സൃഷ്ടിച്ചുണ്ടാക്കി. അത് ഉണ്ടാക്കിയെടുത്ത ശേഷം അതിന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി ദൈവത്തിന്റെ ശ്വാസമേറ്റു. ദൈവത്തിന്റെ കരവലയങ്ങൾ കൊണ്ട് ആ കരതലത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, അവൻ മാത്രമാണ് ദൈവത്തിന്റെ കരത്താൽ സൃഷ്ടിക്കപ്പെട്ടവൻ. അവന്റെ മുക്കിൽ മാത്രമാണ് ദൈവം ജീവശ്വാസം ഊതിയത്. ഈ മനുഷ്യന്റെ ഉള്ളിൽ ഊതിയ ജീവശ്വാസം ദൈവത്തിന്റെ ആത്മാവിനെ, സ്വന്തം ആത്മാവിനെ തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കാൻ ആഗ്രഹിച്ച മനുഷ്യന്റെ ഉള്ളിൽ അത് പ്രവേശിപ്പിച്ചു. അതുകൊണ്ടാണ് പറയുന്നത്, മനുഷ്യനിൽ മാത്രം ദൈവത്തിന്റെ അംശമായ ഒരാത്മാവ് കുടികൊള്ളുന്നുണ്ട്. ദൈവത്തിന്റെ അംശമായിട്ടുള്ള, ദൈവത്തിന്റെ ഭാഗമായ ആത്മാവ് ഉള്ളത് കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ ചോദിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർ പറയാം, എന്തിനായി ഉൽപ്പത്തി പുസ്തകത്തിലെ കാര്യം പറഞ്ഞത്? ദൈവം സൃഷ്ടിച്ചു. ദൈവം സൃഷ്ടിച്ച ഭൂമിയിൽ കാലഘട്ടങ്ങൾ കൊണ്ട് പരിവർത്തനങ്ങൾ ഉണ്ടായി. ദൈവത്തിന്റെ സൃഷ്ടിയിൽ തന്നെ അത് പാഴും ശൂന്യമായിരുന്നെന്ന് നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണും. പക്ഷെ അതിനകത്ത് സൃഷ്ടിപ്പിൽ തന്നെ ഉള്ളടക്കം ചെയ്ത നദികൾ ഉണ്ടായിരുന്നു, സൃഷ്ടിപ്പിൽ ഉള്ളടക്കം ചെയ്ത സസ്യങ്ങൾ ഉണ്ടായിരുന്നു, സൃഷ്ടിപ്പിൽ ഉള്ളടക്കം ചെയ്ത അത് വൃക്ഷങ്ങളുടെ വിത്തുകൾ ഉണ്ടായിരുന്നു, സൃഷ്ടിപ്പിൽ ഉള്ളടക്കം ചെയ്ത മത്സ്യങ്ങളുടെ അല്ലിയ സീഡ് അതിനകത്തുണ്ടായിരുന്നു. അത് ദൈവം സൃഷ്ടിച്ച മുഴുവൻ കാര്യങ്ങളും ഉണ്ടായി വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു വിത്തിൽ നിന്ന് മുളച്ചു വരുന്നത് പോലെയാണ് അതെല്ലാം മുളച്ചു വന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് എന്നെ കേട്ടോണ്ടിരിക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരുടെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, ദൈവം തമ്പുരാന്റെ സൃഷ്ടിയിൽ തന്നെ ഒരു വൃക്ഷമായിട്ടോ ഒരു ജീവിയായിട്ടോ അല്ല ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചത്. എല്ലാത്തിൻ്റെയും സീഡ് അതിനകത്ത് ഉള്ളടക്കം ചെയ്യപ്പെട്ടു, വിത്ത് അതിനകത്ത് നിക്ഷേപിക്കപ്പെട്ടിരുന്നു. അത് സമയമായപ്പോൾ ദൈവാത്മാവിന്റെ പരിവർത്തനത്താൽ അത് മുളച്ചു വന്നതുപോലെ, അത് ഉണ്ടായി വന്നതുപോലെ, പ്രകടമായി വന്നതുപോലെ പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ നമ്മോട് പറയുകയാ, നമ്മളെ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം തന്റെ താല്പര്യത്തിനനുസരിച്ച് നമ്മളെ സൃഷ്ടിച്ചതാ. നമ്മളെ സൃഷ്ടിച്ച് നമ്മുടെ ഓരോ കുടുംബങ്ങളിൽ, ദേശങ്ങളിൽ നമ്മളെ ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ പാഴാണ്, ശൂന്യമാണ്, ഒരു പരിപാടിയും നടക്കുന്നില്ല, ജീവിതത്തിൽ ഉന്നതി ഉണ്ടാകുന്നില്ല, വേറെ ഒരു പാഴ് ജീവിതമായി പോയല്ലോ എന്നൊക്കെ വിചാരിച്ച് നിരാശപ്പെട്ടാണ് കഴിയുന്നതെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകലിൽ ദൈവജനത്തോട് പറയുന്ന വാക്ക് ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളൊരു പാഴല്ല, നിങ്ങൾ ശൂന്യമാക്കപ്പെട്ട വസ്തുതയല്ല. ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ജീവിതത്തിൽ നന്മയുണ്ടാകേണ്ട സാഹചര്യങ്ങളെ അടച്ചു വെച്ചത്, അതങ്ങനെയാ പറ്റത്തുള്ളൂ. ഇനി ജീവിക്കാൻ പറ്റത്തില്ല, ഇത് ശൂന്യമായി പോകും, ഇത് ഇറച്ചിയായി മാറും, ഇത് തകർച്ചയായിട്ട് മാറും, ഇത് പാഴാണ് എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി ഒരുക്കി അങ്ങനെ ഒതുക്കി നിർത്താൻ പിശാച് ശ്രമിക്കും. പക്ഷേ നമ്മൾ വിശ്വസിക്കുന്നത് എല്ലാത്തിൻ്റെയും അധിപനായ സർവശക്തനായ ദൈവത്തിലാണെങ്കിൽ, സർവശക്തനായ ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കുന്നതെങ്കിൽ അവിടെ ജീവിതം കുലുങ്ങാതെ എന്നേക്ക് നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നതിന് കാരണം എനിക്കും നിങ്ങൾക്കും വേണ്ടി പരിവർത്തിക്കുന്ന ഒരു ദൈവാത്മാവിന്റെ ശക്തിയുണ്ട്. എൻ്റെ വീടിനകത്ത് എന്നെ ഒതുക്കുന്നത്, എൻ്റെ കുടുംബത്തിനകത്ത് എന്നെ തളച്ചിടുന്നത്, എന്റെ ജീവിതത്തെ തകർത്ത് തരിപ്പണമാക്കി പച്ചപിടിപ്പിക്കാതെ ഒതുക്കി മാറ്റി നിർത്തി പാഴും ശൂന്യമാണ് പറഞ്ഞ് 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 അതിനെ ഉറപ്പിച്ചതില്ലാതെയാക്കാൻ ശ്രമിക്കുന്നത് പൈശാചികന്റെ ഒരു പണിയാണെന്ന് മനസ്സിലാക്കണം. പിശാചിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് ധൈര്യമായിട്ട് പ്രഖ്യാപിക്കണം,
എന്റെ ജീവിതത്തിന് വേണ്ടി എന്റെ കർത്താവിന്റെ പരിവർത്തന ശക്തി ദൈവം അയക്കും. ഈ പ്രപഞ്ചത്തെ അല്ലെങ്കിൽ പാഴും ശൂന്യമാണ് വരുത്തി തീർക്കാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിച്ച ഒരു ലോകമുണ്ട്. പക്ഷെ സ്വർഗസ്ഥനായ ദൈവം നമ്പുരാൻ അതിന് വിട്ടുകൊടുത്തില്ല. കാരണം സദാ വ്യാപരിച്ചുകൊണ്ടിരുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ പരിവർത്തന ശക്തി അവിടെ ഉണ്ടായിരുന്നു. തക്ക സമയമായപ്പോൾ ആ പരിവർത്തനത്താൽ ചില ജീവനുകൾ ഉണ്ടായി, ചില ഉൽപ്പന്നങ്ങൾ ഉണ്ടായി, ചില വൃക്ഷങ്ങൾ ഉണ്ടായി, ചില സസ്യങ്ങൾ ഉണ്ടായി, ചില ജീവജാലങ്ങൾ ഉണ്ടായി, നക്ഷത്രങ്ങൾ ഉണ്ടായി, നദികളുണ്ടായി, പ്രകാശമുണ്ടായി, ഇരുട്ട് വന്നു. അങ്ങനെ വ്യത്യസ്തമായ അനുഭവങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഇന്ന് കാണുന്ന ഗാലക്സി മുഴുവനും ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് സൃഷ്ടി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സകലതുമുണ്ടായി. ഒടുവിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഒന്ന് ഓർത്തു നോക്കിക്കേ. എത്ര ഗൗരവമേറിയ ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത്. നമ്മളെ രൂപാന്തരപ്പെടുത്താൻ നമ്മുടെ ദൈവത്തിന് സാധിക്കും. മാറ്റങ്ങൾ വരുത്താൻ കഴിയും. ശീമോനെ മാറ്റിമറിച്ച് കേഫയാക്കി മാറ്റിയതിന്റെ ചരിത്രം നമ്മൾ അറിഞ്ഞു. നമ്മുടെ ലൂക്കോസിന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ ഒരു മനുഷ്യനെ കാണുന്നുണ്ട്. ആ മനുഷ്യന്റെ തീവ്രമായ ആഗ്രഹം യേശുവിനെ കാണണം. യേശുവിനെ കാണുവാൻ വേണ്ടി അദ്ദേഹം കാട്ടത്തിയുടെ മുകളിലേക്ക് കയറി. പല സാഹചര്യങ്ങൾ ചരിത്രകാരന്മാർ പറയുന്നു. ഒന്ന്, അദ്ദേഹത്തിന് ഉയരം കുറഞ്ഞത് കൊണ്ട് സമൂഹ മധ്യത്തിൽ വെച്ച് യേശുവിനെ കാണാൻ കഴിയില്ല. രണ്ട്, അദ്ദേഹത്തിന് സമൂഹ മധ്യത്തിൽ ധൈര്യമായിട്ട് ഇറങ്ങി നടക്കാൻ കഴിയില്ല. കാരണം അത് ടാക്സ് പിരിക്കുന്ന, ചുങ്കം പിരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ അത്ര താല്പര്യം ജനങ്ങൾക്ക് മനുഷ്യനോടില്ല. പൊതുസമൂഹത്തിൽ കണ്ടാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഒരു കമ്മ്യൂണൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിന് അദ്ദേഹത്തിന് ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട് എന്ന് ചില ആളുകൾ പറയുന്നു. എന്തായാലും അദ്ദേഹത്തിന് യേശുവിനെ കാണണമെന്നുള്ള ആഗ്രഹം സത്യമാണ്. ആ മനുഷ്യൻ ഒരു മരത്തിന്റെ മുകളിലേക്ക് ഓടി വലിഞ്ഞു കയറി അതിന്റെ മുകളിൽ കയറിയിരുന്നു. ഇലകൾ കൊണ്ട് നിറഞ്ഞ മരത്തിന്റെ ആ ഇലകൾക്കിടയിലൂടെ താൻ താഴോട്ട് നോക്കുമ്പോൾ വലിയ ജനക്കൂട്ടം വരുന്നുണ്ട്. പക്ഷെ ജനക്കൂട്ടത്തിന്റെ നടുവിൽ നിന്ന് ഒരാൾ മുകളിലേക്ക് നോക്കിയിട്ട് പറയുക, സക്കായിയെ എന്ന് പേര് വിളിച്ചിട്ട് ഇറങ്ങി വരാൻ പറയുന്നു. ഇറങ്ങി വരാൻ പറയുമ്പോൾ അവന്റെ പേര് വിളി കേട്ടപ്പോഴേ അവന്റെ ഉള്ളിന്ന് കിടുങ്ങി. അവൻ ചാടി ഇറങ്ങി, മരത്തിലൂടെ ഊർന്നിറങ്ങി. അവൻ ആ യേശുവിന്റെ അടുക്കൽ, വിളിച്ച മനുഷ്യന്റെ അടുക്കൽ വന്ന് നിന്നു. അവനോട് പറഞ്ഞു, ഞാനിന്ന് നിന്റെ വീട്ടിൽ പാർക്കുവാൻ പോകുകയാണ്. ഇത് പറഞ്ഞ് യേശു നടന്നു പോകുന്ന വഴിയിൽ വളരെ സന്തോഷത്തോടെ, വളരെ ആവേശത്തോടെ, വളരെ താല്പര്യത്തോടെ ഈ മനുഷ്യൻ സഞ്ചരിക്കുകയാണ് യേശുവിന്റെ കൂടെ. ആളുകളെല്ലാം നോക്കി നിൽക്കുന്നു. ഇങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ കൂടെയാണല്ലോ സഞ്ചരിക്കുന്നത്, ഇങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ കൂടെയാണല്ലോ യാത്ര ചെയ്യുന്നത് അവർ ഓർത്തു. പക്ഷെ ഏതായാലും യേശുവിന്റെ കൂടെ ആ മനുഷ്യൻ യാത്ര ചെയ്തു. താന് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എന്റെ വീട്ടിലെത്തി. എത്തിയ സന്ദർഭത്തിൽ അദ്ദേഹം പോകുന്ന വഴിയിൽ പറയുകയാണ്, ഞാൻ ജീവിതത്തിൽ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുക. എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ എന്നെ ചതിവായി വാങ്ങിയതെല്ലാം ഞാൻ മടക്കി കൊടുക്കാൻ പോവാ. അത് 4 ഇരട്ടിയായിട്ട് മടങ്ങി കൊടുത്താലും എനിക്ക് കുഴപ്പമില്ല. ഒരു സ്വത്തും എനിക്കിനി വേണ്ട. ഞാനെല്ലാം മടക്കി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. ചതിവായി വാങ്ങിയതെല്ലാം തിരിച്ചു കൊടുക്കാം. അദ്ദേഹം യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ, യേശു തന്റെ പേര് വിളിച്ചപ്പോൾ, നിന്നെ ഞാൻ മാറ്റുന്നു എന്ന് പറഞ്ഞില്ല, നിന്റെ സ്വഭാവം മാറ്റുന്നു പറഞ്ഞില്ല. യേശുവിനെ കണ്ടുമുട്ടിയ മാത്രയിൽ അവന്റെ കണ്ണും യേശുവിന്റെ കണ്ണുമായി പരസ്പരം നോക്കിയ ആ സമയത്ത് തന്നെ അവൻ ഉറച്ച തീരുമാനമെടുത്തു. എന്റെ ജീവിതത്തെ മാറ്റിമറിക്കാനായി ഒരു നല്ല സന്ദർഭമാണ് ഇത് എനിക്ക് തന്നിരിക്കുന്നത്. അദ്ദേഹത്തെ കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, അദ്ദേഹം ഒരു സ്വത്തുമില്ലാതെ തന്റെ ജീവിതത്തിന്റെ പകുതി ഭാഗം സ്വത്ത് ചതിവായി വാങ്ങിയവർക്കെല്ലാം മടക്കി കൊടുത്തു. ബാക്കിയുള്ള പകുതി ഭാഗം താൻ ദരിദ്രരായ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ കൊടുത്ത് ഒന്നുമില്ലാത്തവനായി യേശുവിന്റെ പിന്നാലെ യാത്ര ചെയ്തു എന്ന് ചില ചരിത്ര പുസ്തകങ്ങളിൽ വായിക്കുന്നുണ്ട്. വസ്തുത എന്തായാലും തനിക്ക് മാറ്റമുണ്ടായി. തന്റെ ഡിസിഷൻ മാറി, തന്റെ തീരുമാനങ്ങൾക്ക് മാറ്റമുണ്ടായി, തന്റെ ചരിത്രം തന്നെ മാറി. ഈ മനുഷ്യൻ, സക്കായി എന്ന പേരുള്ള മനുഷ്യനെ അത്രയും നാൾ ആളുകൾ ആക്ഷേപിച്ചിരുന്നു. അത് ഒരു സാധാരണ മനുഷ്യനെ പോലെയല്ല. ചുങ്കം പിരിക്കുന്ന, അതിക്രമം കാണിക്കുന്ന, സ്വത്ത് തട്ടിയെടുക്കുന്ന ഒരു മനുഷ്യന്റെ ചിത്രമാണ് സക്കായിയുടെ മുമ്പിലുള്ളത്.
അങ്ങനെ ഒരു മനുഷ്യനെ സമൂഹ മധ്യത്തിൽ നിർത്തിയെടുക്കാൻ യേശു തമ്പുരാന്റെ ഒരു വാക്ക് മതി. യേശു അവനെ വിളിച്ചു, സഖായിയേ, നീ ഇറങ്ങി വാ. എന്നിട്ട് പറയുകയാണ്, നീയും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. അബ്രഹാമി പാരമ്പര്യത്തിലേക്ക്, ഈ ദൈവത്തിന്റെ മക്കൾ എന്നുള്ള പാരമ്പര്യത്തിലേക്ക്, അത് ജാതീയ പാരമ്പര്യത്തിൽ നിന്ന് അബ്രഹാമി കുലത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയ ഒരു ചരിത്രം. ഒരു മനുഷ്യന്റെ ചരിത്രം മാറിയത് കണ്ടോ? ഒരു മനുഷ്യന്റെ ജീവിതം മാറിയത് കണ്ടോ? ഒന്നുമില്ലാത്തവനായിട്ട് മാറിയെങ്കിലും ഒരു സായുജ്യം അവനുള്ളിലുണ്ട്, ഒരു സംതൃപ്തി അവന്റെ അകത്തുണ്ട്. അവൻ പറയുന്നു, ഞാൻ എൻ്റെ സ്വത്ത് മുഴുവനും ഞാനിത് വിട്ടുകൊടുക്കുകയാണ്. ഇതെല്ലാം ഞാൻ അന്യായമായി സമ്പാദിച്ചതാണ്, ന്യായമായി നേടിയതല്ല. ഇതെല്ലാം ഞാൻ വിട്ടുകൊടുക്കുന്നു. എന്നിട്ട് ഞാനത് യേശുവിന്റെ പിറകെ പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന് നമ്മോട് സംസാരിക്കാനുള്ളത് ശ്രദ്ധയോടെ നമുക്ക് കേൾക്കണം. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഇടപെടുന്നത് വ്യക്തമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നതാണ് ശരി. നമ്മളെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ദൈവത്തിന് സാധിക്കും. ശീമോനെ മാറ്റിമറിച്ചതുപോലെ, അവന്റെ നിലവാരങ്ങൾക്ക് മാറ്റം വരുത്തിയതുപോലെ ഒരു പരിവർത്തന ശക്തിയാൽ ഇതാ സക്കായിയുടെ ജീവിതത്തെ മാറ്റിമറിക്കുക. നമ്മള് കൊരിന്ത്യർ ലേഖനത്തിൽ 15-ാമത്തെ അധ്യായം ഇതിലെ 3 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു പദമുണ്ട്, ഒടുവിൽ അകാല പ്രജ പോലെ എനിക്കും പ്രത്യക്ഷനായി. എപ്പോഴാണ് പൗലോസിന് അല്ലെങ്കിൽ ശൗലിന് യേശു പ്രത്യക്ഷനായത്? ശൗലിന്റെ പ്രത്യക്ഷത എന്ന് പറയുന്നത് ദമസ്കോസിന്റെ പടിവാതിക്കല. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിൽ അത് വായിക്കുന്നുണ്ട്. തന്റെ ജീവിതം യഹൂദന്മാരായിരുന്ന അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായി മാറിയ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരായി മാറിയവരെ കൊല്ലുക, ഭീഷണിപ്പെടുത്തുക, അവരെ ഇല്ലാതാക്കിയ, നിർമ്മാർജ്ജനം ചെയ്യുക. അതാണ് മനുഷ്യന്റെ മനസ്സിലുള്ള എരിവോടെയുള്ള താല്പര്യം. പക്ഷെ 9-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ അദ്ദേഹം രാവിലെ തന്നെ ജോലിക്കായി പുറപ്പെടുകയാണ്. തന്റെ വാഹനമകത്തിൽ സഞ്ചരിക്കുക. ഡമാസ്കസിന്റെ പടിവാതിക്കൽ വരുന്നു. ആ സമയത്ത് ഒരു വലിയ വെളിച്ചം തന്റെ കണ്ണിൽ പെടുന്നു. തനിക്ക് താങ്ങാൻ കഴിയാത്ത വെളിച്ചം. ആ വെളിച്ചം താങ്ങാൻ കഴിയാതെ ഒരു ശബ്ദം തന്റെ കാതിൽ കേൾക്കുകയാണ്. ആ വെളിച്ചം കണ്ണിൽ വന്നതോടെ വാഹനമൃഗം താഴെ വീണു. നിലത്ത് വീട് കിടക്കുന്ന മനുഷ്യൻ, കാഴ്ചയില്ലാത്ത മനുഷ്യൻ, ജീവിതമാകെ മാറി മറിയുകയാണ്. ഒറ്റ നിമിഷം ഒരു ശബ്ദം തന്റെ കാതിൽ കേട്ടു, ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ന ചോദ്യത്തിന് മുൻപിൽ അവന്റെ തൊണ്ടയിടറി കാണും, ഭയപ്പെട്ട് കാണും. അവൻ ചോദിച്ചു, നീ ആരാകുന്നു കർത്താവേ? മറുപടി, നീ ഉപദ്രവിക്കുന്നവനായ യേശു ക്രിസ്തു. നീ ഉപദ്രവിക്കുന്നവനായ ക്രിസ്തുവാണ്. നീ ഉപദ്രവിക്കുന്നവനായ യേശുവാണ്. ഒരു കാര്യം ശൗലിന് മനസ്സിലായി, ഞാൻ ആർക്കാണ് വിരോധമായി നിന്നത്? ഞാൻ ഈ ശിഷ്യന്മാരെ കൊന്നുമുടിക്കാൻ ശ്രമിച്ചു. നേരിട്ട് ഇന്ന് വരെ യേശുവിനെ കണ്ടിട്ടില്ല, യേശുവിന്റെ അടുക്കൽ പോയിട്ടില്ല, യേശുവിന്റെ പ്രസംഗം കേട്ടിട്ടില്ല. പക്ഷെ യേശുവിന്റെ പ്രസംഗം കേട്ട് യേശുവിന്റെ ശുശ്രൂഷയിൽ മടങ്ങി വന്ന കർത്താവിന്റെ ശിഷ്യന്മാരായി തീർന്നവരെ കൊല്ലാൻ മുതിർന്ന, നശിപ്പിക്കാൻ തീരുമാനിച്ച, അധികാരപത്രം കയ്യിലുള്ള ഈ മനുഷ്യൻ ഒരു കാര്യം ബോധ്യപ്പെട്ടു, ഞാൻ നേരിട്ട് ഇന്ന് വരെ സംസാരിച്ചിട്ടില്ലാത്ത യേശു എന്നോട് ഇന്ന് നേരിട്ട് സംസാരിക്കുകയാണ്. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലാത്ത യേശുവിനെ എന്റെ കണ്ണിൽ എനിക്ക് താങ്ങി നിർത്താൻ കഴിയാത്തതുപോലെ, കാണാൻ കഴിയാത്തതുപോലുള്ള അനുഭവങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത് ശ്രദ്ധയോടെ കേൾക്കണം. ഈ ശൗലിനെ എന്റെ ദൈവം തമ്പുരാൻ നേരിട്ടിടപെട്ട് അകാല പ്രജ പോലെയുള്ള എനിക്ക് പ്രത്യക്ഷനായി എന്ന് പറയുന്ന വാചകം ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് സംഭവിച്ച കാര്യമാണ്. യേശുവിന് ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്താൻ പദ്ധതിയിട്ടാൽ, ഒരു മനുഷ്യന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്താൻ തീരുമാനിച്ചാൽ, അത് ദമസ്കോസിന്റെ പടിവാതിക്കലോ അല്ല, ശീമോനെ കൊണ്ടുവന്ന അന്ത്രയോസ് കൊണ്ടുവന്നത് പോലെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരുന്ന സന്ദർഭങ്ങളിലോ, സക്കായി പോലെ മരത്തിന്റെ മുകളിലോ എവിടെയായിരുന്നാലും യേശുവിന്റെ നോട്ടം നിന്റെ മേൽ പതിഞ്ഞാൽ, യേശുവിന് ഇടപെടൽ നിനക്കുണ്ടായാൽ, വീടിനകത്ത് മുറിക്കകത്തിരുന്നാണെങ്കിലും, അല്ല ഒരു നദിയിൽ ഹല്ലേലൂയ വള്ളത്തിൽ സഞ്ചരിക്കുമ്പോഴാണെങ്കിലും, അല്ല ബോട്ടിലൂടെ സഞ്ചരിക്കുമ്പോഴാണെങ്കിലും, വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴാണെങ്കിലും, ഒരു യോഗത്തിന് കൂട്ടായ്മയിൽ കയറി ഇരിക്കുമ്പോഴാണെങ്കിലും, അല്ല ഏതെങ്കിലും ഒരു ശബ്ദം അശരീരിയായി കേൾക്കുമ്പോഴാണെങ്കിൽ ദൈവത്തിന് ഇടപെടാനായിട്ട് കഴിയുമെന്നുള്ള കാര്യം മറക്കണ്ട.
ഇന്ന് ഈ പ്രേയർ ലൈനകത്തൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വചനം നിമിത്തം, ഈ വാക്കുകൾ നിമിത്തം നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു ശക്തി അതിനെ മേൽ വ്യാപരിക്കുന്നു എന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം. ഈ പ്രാർത്ഥനയുടെ വാചകങ്ങളിൽ, ഈ വചനത്തിന്റെ ശുശ്രൂഷയിൽ, ഈ പ്രാർത്ഥനാ മീറ്റിംഗിൽ, ഹല്ലേലൂയ, എത്ര മൈലുകൾക്കപ്പുറം ഇരിക്കുന്ന വ്യക്തിയാണെങ്കിലും ദൈവത്തിന്റെ ആത്മാവിന് ചില വിഷയങ്ങളിൽ രൂപാന്തര ശക്തി അയക്കാനായിട്ട് കഴിയും. ആ വെളിച്ചം ചുറ്റി മിന്നി താഴെ വീണ ശൗലിന്റെ മേൽ ആ കാതിലൊരു ശബ്ദം കേട്ടു, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? മാറ്റം വരുത്താൻ കഴിയുന്ന ദൈവത്തിന്റെ ശബ്ദമാണത്. ആ ശബ്ദത്തിന് വിധേയപ്പെടാൻ കഴിഞ്ഞ ആ ശൗല് പിന്നീട് ദൈവം പറഞ്ഞ അതേ വാക്കനുസരിച്ച്, യേശുവിന്റെ വാക്കുകൾ കേട്ടിട്ട് അവൻ കണ്ണ് കാണാത്തവനായി അവൻ മറ്റൊരു തെരുവീതിയിലേക്ക്, മറ്റൊരു സ്ഥലത്തേക്ക് അവൻ നടന്നു പോവുകയാണ്. അവിടെ വെച്ചവൻ തീരുമാനമെടുത്തു, ഇനി മുതൽ എന്റെ ജീവിതം യേശുവിന് വേണ്ടി. ഒരു കാര്യം ഉറപ്പാണ്, യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചിട്ടുള്ള ഓരോ വ്യക്തികൾക്കും പറയാനായിട്ട് കഴിയും, എന്റെ കർത്താവിന് വേണ്ടി ഞാൻ എന്റെ ജീവിതം കൊടുത്തത്, ഇനി ഞാൻ പിന്നോട്ടില്ല. ഞാൻ യേശുവിന് വേണ്ടി ജീവിതം കൊടുത്തതാ, ഇനി ഞാൻ പിറകോട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മോട് സംസാരിക്കുന്നുണ്ട്. നിരവധി പേരുടെ ചരിത്രങ്ങൾ, നിരവധി പേരുടെ രൂപാന്തര കഥകൾ ഉണ്ടായിട്ടുള്ള വേദപുസ്തകത്തിന്റെ ഭാഗങ്ങൾ നമുക്കറിയാം. ഞാനൊരു മനുഷ്യന്റെ കാര്യം നിങ്ങളോട് പറയാം. ഒരു ചുമട്ടുതൊഴിലാളിയായി ജീവിച്ച ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ എല്ലാ മനുഷ്യർക്കും തലവേദനയായിരുന്നു. വ്യാപാരികൾക്കെല്ലാം തലവേദന. ഒരു പട്ടണത്തിലെ എല്ലാ മനുഷ്യർക്കും തലവേദന. ആരോടും വഴക്കുണ്ടാക്കാത്ത ആളല്ല. സകല മനുഷ്യരോടും പിണങ്ങി വഴക്കുണ്ടാക്കി ചണ്ട കൂടി നടക്കുന്ന ഒരു മനുഷ്യൻ. ശരീരത്തിൽ നല്ല ആകാര വടിവുള്ള ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ ഒരു ദിവസം യേശുവിന്റെ വചനം കേട്ടു. യേശുവിന്റെ വചനം കേട്ടു, താൻ മാനസാന്തരപ്പെട്ടു, യേശുവിന് വേണ്ടി ജീവിക്കാൻ വേർതിരിഞ്ഞു. എന്നിട്ട് ആ മനുഷ്യൻ ചെയ്ത കാര്യം, യേശുവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനമെടുത്ത സമയം മുതൽ താൻ സകല വ്യാപാരശാലകളിലും കയറിയിറങ്ങി, സകല കടകളിലും കയറിയിറങ്ങി, താൻ വഴക്കുണ്ടാക്കിയ കള്ളുഷാപ്പിന്റെ മുൻപിൽ പോയി നിന്നു. എല്ലായിടത്തും നിന്നിട്ട് പറഞ്ഞു, എന്നോട് പൊറുക്കണം, എന്നോട് ക്ഷമിക്കണം, ഇത്രയും നാളും എന്റെ അറിവില്ലായ്മ കൊണ്ട് പല കാര്യങ്ങളും ഞാൻ ചെയ്തു, ചെയ്ത് തെറ്റാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്, എന്നോട് ക്ഷമിക്കണം ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ കടവരാന്തയിലും കടയുടമകളോടും ഒക്കെ സംസാരിച്ചു. തന്റെ കൂടെയുള്ള ചുമട്ടുതൊഴിലാളികളായ സഹോദരങ്ങളോടും താൻ ക്ഷമ ചോദിച്ചു. അങ്ങനെ നടന്ന് അവസാനം താൻ ചുമട്ടുതൊഴിലാളിയായിരുന്ന കുറച്ചു കാലം കൂടെ ജീവിച്ച ശേഷം തന്റെ ജീവിതം യേശുവിനെ വേണ്ടി പൂർണ്ണമായി സമർപ്പിച്ചു. രക്ഷയുടെ അനുഭവം ഉണ്ടായി, വിശ്വാസസ്നാനം സ്വീകരിച്ചു. എന്നിട്ട് കേരളക്കര മുഴുവനും തന്റെ ഭാര്യയെ ബൈക്കിന്റെ പുറകിലിരുത്തി കേരളക്കര മുഴുവനും ഇവർ രണ്ടുപേരും ചേർന്ന് യേശുവിനെ ഉയർത്താൻ യാത്ര ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം പറയട്ടെ, ഒരു മനുഷ്യനുണ്ടാകുന്ന മാറ്റം അത്രമാത്രം വലുതാണ്. യേശു ഒരാളെ രൂപാന്തരപ്പെടുത്തിയാൽ ശ്രേഷ്ഠമായ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. ഒരിക്കൽ കോട്ടയത്തിനടുത്ത് ഒരു കോളനിയിൽ ദൈവദാസന്മാർ പ്രസംഗിച്ചു എന്ന് ഞാൻ കേട്ടു. ആ പ്രസംഗം കഴിയുമ്പോൾ ഒരു മനുഷ്യൻ അവിടെ വന്നു. ഷർട്ടിടാതെ തലയിൽ കെട്ടുള്ള മുണ്ട് മടക്കി കുത്തി മദ്യപിച്ചു നിന്ന മനുഷ്യൻ. ആ മനുഷ്യൻ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എന്റെ വീട്ടിൽ അടുത്ത ആഴ്ച ഒരു പ്രാർത്ഥന നടത്താമോ? മദ്യപാനിയായിരിക്കുന്ന മനുഷ്യൻ ഈ ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, അവര് പറഞ്ഞു, ആ നോക്കട്ടെ എന്ന് പറഞ്ഞ് പോയി. പോകുന്ന വഴിയിൽ കൂടെയുള്ള ആളുകളെല്ലാം പറഞ്ഞു, വേണ്ട, ആ മനുഷ്യൻ മദ്യവെച്ചിട്ട് സംസാരിച്ചതാ, മദ്യത്തിന്റെ പുറത്ത് പറയുന്നതാ, വേണ്ട എന്ന് പറഞ്ഞു. പക്ഷെ അവസാനം പിറ്റേ ആഴ്ചയായപ്പോൾ ആ ദൈവദാസൻ കൂട്ടരും പറഞ്ഞു, ഒന്ന് പോകാം, അയാൾ വിളിച്ചതല്ലേ. ചെന്ന് കഴിഞ്ഞപ്പോൾ ആ വീടിനകത്ത്, വീടിന്റെ ഫ്രണ്ടില്, അത് നല്ലൊരു കൈലി മുണ്ടുകൊടുത്ത് ഒരു ഷർട്ടിട്ട് തലയിൽ തോർത്തുള്ളത് തോളിലിട്ട് ഒരു മനുഷ്യൻ കൈകൂപ്പി നിൽക്കുക. അകത്തേക്ക് കയറുമ്പോൾ ആ വീടിന്റെ വരാന്തയിൽ പായ വിരിച്ചിട്ടുണ്ട്, പുതിയ പായ. 2-3 കസേരകൾ അകത്ത് വാങ്ങിച്ചിട്ടുണ്ട്. ആ കസേരകൾ പുതിയത്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, എന്ത് പറ്റി, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളല്ലേ കഴിഞ്ഞ ആഴ്ച ഇവിടെ പ്രസംഗിച്ചത്, യേശു പച്ചവെള്ളത്തെ അത് നോക്കി അത് വീഞ്ഞായി മാറി രൂപത്തിന് മാറ്റം വരുത്തി എന്ന് പറഞ്ഞില്ലേ? ആ യേശു തമ്പുരാൻ എന്നെ നോക്കി, എന്റെ മദ്യം മുഴുവനും കസേരയായി മാറി, എന്റെ മദ്യം മുഴുവനും പായായിട്ട് മാറി, എന്റെ മദ്യമെല്ലാം എനിക്ക് ഷർട്ടും ഉടുപ്പും ഷർട്ടുമായിട്ട് മാറി എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ ഒരു കഥ തിരിച്ചു പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഒരാഴ്ച കൊണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വന്ന മാറ്റം കണ്ടോ? ദൈവത്തിന്റെ ആത്മാ പരിവർത്തിച്ചാൽ ഇങ്ങനെയാണ്.
നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ഇപ്പോഴും ദൈവത്തിന് സാധിക്കും. നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ഇപ്പോഴും ദൈവത്തിന് കഴിയും. തീർച്ചയായിട്ടും നിരാശപ്പെടരുത്, സങ്കടപ്പെടരുത്, വ്യാകുലപ്പെട്ടു പോകരുത്. ദൈവത്തിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ ആകമാനം മാറ്റിമറിക്കാൻ കഴിയുന്ന ദൈവാത്മാവിന്റെ പരിവർത്തന ശക്തി ഇപ്പോഴും ഉണ്ട് എന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെയൊരു അവസരം ഒരുക്കിയ ഈ പ്രയർ ലൈന് പ്രത്യേകിച്ച് ഞാൻ നന്ദി പറയുന്നു. സഹോദരി സഹോദരന്മാർക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. പ്രാർത്ഥനയുടെ കരങ്ങളിൽ വഹിക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവാൻ ദൈവമേ, അങ്ങയുടെ കരത്തിൽ ഏൽപ്പിക്കുന്നു. ഇന്നിവിടെ കേട്ടുകൊണ്ടിരുന്ന സകല ദൈവമക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വചനം കേട്ട സകലരുടെ മേലും യേശുവിന്റെ കരം ചലിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഞാനിവിടെ പ്രാർത്ഥിക്കുമ്പോൾ വിവിധ വിഷയങ്ങൾ ഞെരങ്ങി കഷ്ടപ്പെട്ട് ഹൃദയം ഭാരപ്പെട്ട് കർത്താവെ വല്ലാതെ കണ്ണുനീർത്തുള്ളികൾ കൊണ്ട് പാരം നനച്ചിരിക്കുന്ന പല ദൈവമക്കളും ഇതിനകത്ത് കേൾക്കുന്നുണ്ട്. ദൈവം അവരോട് ഇടപെടണമേ. അവിടെ നിരാശയ്ക്ക് ഒരു അറുതി വരുത്തണമേ. ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രയർ ലൈനെ കരങ്ങൾ വെക്കുകയാണ്. ഇത് മുഖാന്തരം ചില ജീവിതങ്ങൾക്ക് വലിയ വ്യത്യാസങ്ങൾ സംഭവിക്കണം, ചില മാറ്റങ്ങൾ ഉണ്ടാകണം. വക്താവെ, ഇതിനു വേണ്ടി ഗൈഡ് ചെയ്യുന്ന ലീഡ് ചെയ്യുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെ ദൈവം അനുഗ്രഹിക്കണമേ. ഇതിനകത്തുനിന്ന് ചില യേശുവിനെ കണ്ടെത്താൻ കഴിയണം, ചില യേശുവിന്റെ അടുക്കൽ വരാൻ കഴിയണം, മാറ്റങ്ങൾ വരുന്ന ചരിത്രങ്ങൾ ഉണ്ടാകണം, ചില സാക്ഷ്യങ്ങൾ ഉടലെടുക്കണം. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് എന്നെ കേട്ടവരിൽ സങ്കടത്തോടെ കഴിയുന്നവരോട് ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിക്കേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം ഇടപെടണമേ. കർത്താവ് കൈയേറ്റതിനായിട്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയവായി നീ കേൾക്കുമാറാകണമേ. ആമേൻ, 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 ആമേൻ.